യേശു വാഴുന്നു. വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. സന്തുഷ്ട കുടുംബം എന്ന ഒരാലോചനയാണ് ഈ എപ്പിസോഡുകളിൽ ഞാൻ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പങ്കുവച്ചതിൻ്റെ ബാക്കി ഭാഗം നിങ്ങളുടെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. സന്തുഷ്ട കുടുംബമാക്കി നമ്മുടെ കുടുംബങ്ങളെ കർത്താവാകുന്ന യേശുക്രിസ്തു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. സമൂഹത്തിൽ അനേകം ബന്ധങ്ങളുണ്ട്. എന്നാൽ കുടുംബം എന്ന് പറയുന്നത് ഒരടിസ്ഥാന ബന്ധമാണ്. അടിസ്ഥാന ബന്ധമാകുന്ന കുടുംബ ബന്ധത്തെ കർത്താവിൻ്റെ ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റുക, കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഇടമാക്കി മാറ്റുക. അതാണ് ബൈബിൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തെ സ്വർഗമാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കുടുംബത്തിൻ്റെ ചില നിർവചനങ്ങൾ നിങ്ങളുടെ മുന്നിൽ പരാമർശിച്ചു. കുടുംബത്തെ സ്വർഗത്തിന് സമാന്തരമാക്കിയിരിക്കുന്നു. മറ്റൊരു നിർവചനമാണ് കുടുംബത്തെ ശരീരത്തോട് സമാന്തരപ്പെടുത്തിയിരിക്കുന്നു. ശരീരം എങ്ങനെ നൈസർഗികമായി പ്രവർത്തിക്കുന്നുവോ അതേപോലെ കുടുംബം പ്രവർത്തിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വ്യത്യസ്തമാകുന്ന അഭിപ്രായങ്ങൾ മുഖാന്തരമായി വിഘടിക്കപ്പെടാതിരിക്കുക, വിഭജിക്കപ്പെടാതിരിക്കുക, ഒരുമയുണ്ടാകുക, എല്ലാറ്റിനെയും ഒരുമയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു വലിയ ദൗത്യമാണ് ഇന്ന് ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ നടത്തുന്ന ദൈവവചന പ്രഭാഷണത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് കോസ്മോസിൻ്റെ റികൺസിലിയേഷനാണ്, പ്രപഞ്ചത്തിൻ്റെ പുനരേകീകരണമാണ്. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നാക്കുക. പ്രപഞ്ചത്തിൻ്റെ പുനരേകീകരണത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഈ കോസ്മോസ് ഒന്നായിരുന്നു, ഇത് ദൈവരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഈ കോസ്മോസിൽ ഒരു വിഭജനം സംഭവിച്ചു പോയി. ആ വിഭജനം നമുക്കറിയാം. ലൂസിഫർ തൻ്റെ ഹൃദയത്തിൽ ദൈവവിരോധമായി നിഗളം വന്നതോടുകൂടിയാണ് ഈ പ്രപഞ്ചത്തിൽ വിഭജനം ആരംഭിക്കുന്നത്. ലൂസിഫർ സാത്താനായി തീർന്നു. അവൻ്റെ പേര് മാറിയതോടുകൂടെ അവൻ്റെ ഡെസ്റ്റിനിയും മാറുവാനിടയായി. അവൻ ലൂസിഫർ ആയിരുന്നു ഒരിക്കൽ, എന്നാൽ ഇപ്പോൾ അവൻ സാത്താനായി തീരുവാനിടയായി. അന്നു മുതൽ ഈ പ്രപഞ്ചത്തിലുള്ള വിഭജനം, ആ വിഭജനമാണ് നമുക്കിപ്പോൾ സമൂഹത്തിൽ എല്ലായിടത്തും കാണുവാൻ കഴിയുന്നത്. മനുഷ്യൻ തന്നിൽ തന്നെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു, മനുഷ്യനും തമ്മിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു, മനുഷ്യനും ദൈവവും തമ്മിൽ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഭൂമിയിലെ എല്ലാ സംഘടനകളെയും നിങ്ങൾ ശ്രദ്ധിക്കുക, ഘടകങ്ങളെയും നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഘടകങ്ങളെല്ലാം, അവിടെയെല്ലാം നമുക്ക് വിഭജനം കാണുവാൻ കഴിയുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളിൽ വിഭജനം കാണുവാൻ കഴിയുന്നു, മത സംഘടനകളിൽ വിഭജനം കാണുവാൻ കഴിയുന്നു. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ മനുഷ്യൻ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ വിഭജനം കാണുവാൻ കഴിയുന്നുണ്ട്. ആ വിഭജനത്തിൽ നിന്ന് കർത്താവ് വീണ്ടും ഒരുമയിലേക്ക് സകലത്തെയും മടക്കിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരുമയിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കർത്താവ് ഒന്നാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അത് സഭയിലൂടെയാണ് സാധ്യമാകുന്നത്, അത് ക്രിസ്തുവിലൂടെയാണ് സാധ്യമാകുന്നത്. ക്രിസ്തു സഭയെ ഉപയോഗിച്ച്, സഭയെ എന്ന് ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ സഭയെ ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കോസ്മോസിനെ പുനരേകീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കോസ്മോസിൻ്റെ റികൺസിലിയേഷൻ സഭയിലൂടെ നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സഭയെന്ന് പറയുന്നത് എന്താണ്? സഭയും ഒരർത്ഥത്തിൽ ക്രിസ്തുവിൽ നിന്ന് വന്നതല്ലേ സഭ. ആദമിൽ നിന്ന് ഹൗവ പുറത്തു വന്നതുപോലെയാണ് സഭ ക്രിസ്തുവിൽ നിന്നാണ് പുറത്തു വന്നത്. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ ഒന്നായിരുന്നു, ആ ഒന്നിൽ തന്നെ ആണുമുണ്ടായിരുന്നു പെണ്ണുമുണ്ടായിരുന്നു. എന്നാൽ 2-ാമത്തെ അധ്യായത്തിലാണ് മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തിയതിനു ശേഷമായിട്ട് ദൈവന്റെ വാരിയെല്ലുകളിൽ നിന്നൊന്ന് പുറത്തെടുത്ത് അതിനെ സ്ത്രീയാക്കുകയാണ്. സ്ത്രീയാക്കി മാറ്റി അവൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നു. മിസസ് ആഡം ആൻഡ് മിസ്റ്റർ ആഡം, ഫീമെയിൽ ആഡം ആൻഡ് മെയിൽ ആഡം, അവരൊന്നായിരുന്നു. ആദമിൽ നിന്ന് ഫീമെയിൽ ആദം പുറത്തു വന്നതുപോലെ അതേപോലെയാണ് നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീരുന്ന സന്ദർഭത്തിൽ ഒരു പടയാളി വന്നവൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഒരു തുള്ളി രക്തവും അതിനുശേഷം ശരീരത്തിൽ രക്തം ശേഷിച്ചിട്ടില്ല എന്നതിൻ്റെ അടയാളമായി വെള്ളവും ആ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവാനിടയായി. ആ പിളർക്കപ്പെട്ട വിലാപ്പുറത്ത് നിന്ന്
പുറത്തു വന്നതല്ലേ സഭ? ക്രിസ്തുവിൽ നിന്ന് പുറത്തു വന്നതല്ലേ സഭ? സഭ ക്രിസ്തുവിൽ നിന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. ക്രിസ്തുവിൽ നിന്ന് സഭ പുറത്തു വന്നിരിക്കുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു തലയും സഭ ശരീരവുമാകുന്നതിനാൽ സഭ ക്രിസ്തുവാകുന്നു. സഭയുടെ ഉള്ളിൽ നാം ഇന്ന് കാണുന്നത് പോലെ വിഭജനങ്ങളോ ഭിന്നതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും യഥാർത്ഥ സഭയിലില്ല. യഥാർത്ഥ സഭയെന്ന് പറയുന്നത് ക്രിസ്തുവാകുന്നതിനാൽ സഭ ഒന്നായിരിക്കുന്നു. യഹൂദനെന്നില്ല, യവനനെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, ഈ ക്രിസ്തുവിൽ നാം ഒന്നായിരിക്കുന്നു എന്ന് ഗലാത്യ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ സഭ ഒന്നായിരിക്കുന്നു. സഭ എങ്ങനെ ഒന്നായിരിക്കുന്നുവോ അതേപോലെ തന്നെ കുടുംബം ഒന്നായിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സഭയെയും ശരീരമെന്ന് വിളിച്ചിരിക്കുന്നത്, കുടുംബത്തെയും ഒരു ദേഹമെന്ന് വിളിച്ചിരിക്കുന്നത്. അവരെ ഒരു ശരീരമാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ ഒരുമയിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരുമയിലേക്ക് യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നിശ്ചയമായും വിയോജിപ്പുകളെ നേരിടേണ്ടതായിട്ട് വരും. ആ വിയോജിപ്പുകൾ എന്ന് പറയുന്നത് ആ വിയോജിപ്പുകളോടുകൂടെ ആ കുടുംബത്തിന് തകർച്ച വരുവാൻ വേണ്ടിയല്ല. ആ വിയോജിപ്പുകൾ എന്ന് പറയുന്നത് അടുത്ത ആത്മിക പ്രൊമോഷൻ്റെ നല്ല സന്ദർഭമാണ്. ഒരു പുതിയ നിലവാരത്തിലേക്ക് കുടുംബത്തെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിലൂടെ വിയോജിപ്പുകളിലൂടെ പുതിയ അനുഭവങ്ങൾ സ്വീകരിച്ച് പാഠങ്ങൾ പഠിച്ച് ഒരുമയുടെ അടുത്ത തലത്തിലേക്ക് നിങ്ങൾക്ക് ഉയരുവാൻ കഴിയും. ആരെങ്കിലും അത്തരത്തിലുള്ള സംഘർഷങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനെ ചൊല്ലി പദം പറയാതെ, പരാതി പറയാതെ നിങ്ങൾ യേശുവിൻ്റെ അരികിലേക്ക് ചേർന്നിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇന്ന് നേരിടുന്ന സംഘർഷങ്ങൾക്ക് അപ്പുറത്ത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു യോജിപ്പിൻ്റെ തലത്തിലേക്ക്, ഒരു സ്പിരിച്വൽ പ്രൊമോഷനിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ വിശ്വസ്തനാണ്. ആ തലത്തിലുള്ള കുടുംബത്തെക്കുറിച്ചാണ് 127 സങ്കീർത്തനത്തിലും 128 സങ്കീർത്തനത്തിലുമൊക്കെ പരാമർശിച്ചിരിക്കുന്നത്. 127 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, ഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. നോക്കുക, അവിടെ വളരെ അത്ഭുതകരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവാണിതെല്ലാം പണിയുന്നത്. നിങ്ങളുടെ ഭവനം പണിയുന്നത് ആരാണ്? കർത്താവാണ്. യേശുവിന് നിങ്ങളുടെ ഭവനത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ യേശു നിങ്ങളുടെ ഭവനം പണിയുവാൻ വിശ്വസ്തനാണ്. പണമല്ല നിങ്ങളുടെ ഭവനം പണിയുന്നത്, വീടല്ല നിങ്ങളുടെ ഭവനം പണിയുന്നത്, നിങ്ങളുടെ ജോലിയല്ല നിങ്ങളുടെ ഭവനം പണിയുന്നത്, മനുഷ്യനല്ല നിങ്ങളുടെ ഭവനം പണിയുന്നത്, യേശുവാണ് നിങ്ങളുടെ ഭവനം പണിയുന്നത്. യേശുവിന് നിങ്ങൾ 1-ാം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അവിടുന്ന് മനോഹരമായി നിങ്ങളുടെ ഭവനം പണിതു തരുവാനിട വരും. അങ്ങനെ ആ പണി നടക്കുന്ന സന്ദർഭത്തിലാണ് അത്ഭുതകരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ നന്മകളും അവിടുന്ന് ഉറക്കത്തിൽ നൽകി തരുവാൻ വിശ്വസ്തനാണ്. അല്ല എങ്കിൽ ഉറക്കത്തിൽ ലഭ്യമാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മക്കളാണ്. ഉദരഫലമാകുന്ന മക്കൾ, ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്ന മക്കൾ. പണ്ടുകാലത്ത്, അന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ്റെ ശക്തിയുടെ അടയാളമെന്ന് പറയുന്നത് അവൻ്റെ മക്കളുടെ എണ്ണമായിരുന്നു. ആ കാലയളവിൽ യഹൂദന്മാരുടെ ജീവിതത്തിൽ, അവരുടെ സാമൂഹിക സംവിധാനത്തിൽ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവർ നഗരവാതിൽക്കൽ വെച്ചാണ്, അല്ലെങ്കിൽ ആ വില്ലേജിൻ്റെ വാതിൽക്കൽ വെച്ചാണ് അവരവരുടെ തർക്കങ്ങൾ പരിഹരിച്ചിരുന്നത്. ആ തർക്കങ്ങൾ പരിഹരിച്ചിരുന്ന സന്ദർഭത്തിൽ അപ്പൻ, ഒരു കുടുംബനാഥൻ വരുന്നത് എങ്ങനെയാണ്? മക്കളുമായിട്ടാണ് വരുന്നത്. മക്കളുടെ എണ്ണമാണ് പ്രധാനപ്പെട്ടത്. തൻ്റെ കൂടെ 10 മക്കളുണ്ടെങ്കിൽ ആ കുടുംബനാഥൻ ആ ഗ്രാമത്തിൽ, ആ പട്ടണത്തിൽ ശക്തനാകുന്നു. തൻ്റെ ശക്തിയുടെ ഒരടയാളമായിരുന്നു മക്കളെന്ന് പറയുന്നത്. ആ മക്കളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുമെന്നാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത് അവരുടെ ബാങ്ക് ബാലൻസ് അല്ല, മൂല്യവും ഗുണമേന്മയുമുള്ള തലമുറയെ നിങ്ങൾക്ക് ഈ സമൂഹത്തിന് സംഭാവന ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവഭക്തിയുള്ള തലമുറയെ നിങ്ങൾക്ക് ഈ സമൂഹത്തിന് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, തലമുറകളെ ചൊല്ലിയുള്ള വേവലാതികളല്ലേ നമുക്ക് കാണുവാൻ കഴിയുന്നത്. തലമുറകളിൽ മിക്കതും പലതിനും അടിമകളായി തീർന്നിരിക്കുന്നു. മദ്യപാനത്തിന് അടിമകളായി തീർന്നിരിക്കുന്നു, ഡ്രഗ്സിന് അടിമകളായി തീർന്നിരിക്കുന്നു, തെറ്റായ ജീവിത രീതികൾക്ക് അടിമകളായി തീർന്നിരിക്കുകയാണ്. എന്താണ്? അപ്പനമ്മമാരുടെ ശ്രദ്ധ മറ്റു പലതിലുമായിരുന്നു. അവർ കുടുംബത്തെ നിർവചിച്ചിരുന്നത് വ്യത്യസ്തമാകുന്ന നിർവചനത്തിലായിരുന്നു അവർ കുടുംബത്തെ നിർവചിച്ചിരുന്നത്. അതുകൊണ്ട് അവർ പണത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ
ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മേഖലയെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി. അവരുടെ തലമുറകളെ ദൈവഭയത്തിൽ അവർക്ക് വളർത്തുവാൻ കഴിയാതെ പോയതിനാലാണ് ഇന്ന് സമൂഹം ഗുരുതരമാകുന്ന പ്രതിസന്ധിയെ നേരിടുന്നത്. ഈ സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകയില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബം ഒരു ശരീരം പോലെ നൈസർഗികമായി പ്രവർത്തിക്കുമ്പോൾ ഈ സമൂഹത്തിൽ ഒരു ഒരുമ വെളിപ്പെടുകയാണ്, ഈ പ്രപഞ്ചത്തിൽ ഒരു ഒരുമ വെളിപ്പെടുകയാണ്. നിങ്ങൾ വിശേഷാൽ ശ്രദ്ധിക്കുക, ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവത്തിനും ഒരു കുടുംബമുണ്ട്. ഫാമിലി ഓഫ് ഗാഡ്. ദൈവരാജ്യം എന്ന് പറയുന്നത് തന്നെ ഒരു ദൈവ കുടുംബമാകുന്നുവല്ലോ. അവിടുന്ന് നമ്മുടെ പിതാവാകുന്നുവല്ലോ. നാം അവിടുത്തെ കുടുംബത്തിലെ മക്കളാകുന്നുവല്ലോ. ആ കുടുംബം എന്ന സങ്കല്പം വിശാലമാകുന്ന അർത്ഥത്തിൽ ദൈവ കുടുംബം എന്നുള്ള സങ്കല്പം ഉള്ളതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമൂഹത്തിലെ ഘടകമാണ് ഒരു കുടുംബമെന്ന് പറയുന്നത്. കുടുംബം ഒരിക്കലും തകരുവാനുള്ളതല്ല. കുടുംബം ഒരിക്കലും വിഭജനത്തിൽ തുടരുവാനുള്ളതല്ല. കുടുംബം ഒരുമയിലും ശരീരം നൈസർഗികമായി പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിച്ച് ഈ സമൂഹത്തെയും ദൈവരാജ്യത്തെയും അനുഗ്രഹിക്കേണ്ട ഘടകമാണ്. അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ യേശു ആ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ വിശ്വസ്തനാണ്. നോക്കുക, ഈ നിർവചനങ്ങൾ ഞാൻ പ്രഥമമായി പറഞ്ഞു. കുടുംബം ഒരു സ്വർഗം പോലെയാണ്. 2, കുടുംബം ശരീരം പോലെയാണ്. മൂന്നാമതായി കുടുംബത്തിനുള്ള മറ്റൊരു നിർവചനം നമുക്ക് ഇങ്ങനെ പറയുവാൻ കഴിയും. കുടുംബം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ യൂണിറ്റാണ്, ഒരു ആത്മീക ഘടകമാണ്. എന്താണ് കുടുംബം എന്ന് പറയുന്നത്? ഇവിടെ 2 ശരീരങ്ങൾ തമ്മിൽ യോജിക്കുന്നു എങ്കിൽ പോലും നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ വാസസ്ഥലമാകുന്നുവല്ലോ. നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറയുന്നത് നാം ഒരു ആത്മാവാകുന്നുവല്ലോ. ആത്മാവിൻ്റെ വാസസ്ഥലമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. യഥാർത്ഥ വ്യക്തിത്വത്തെ നമുക്കിങ്ങനെ നിർവചിക്കുവാൻ കഴിയും. ഞാനൊരു ശരീരമാകുന്നു, എനിക്കൊരു പ്രാണനുണ്ട്, ഞാനൊരു ശരീരത്തിൽ വസിക്കുന്നു. അതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ വാസസ്ഥലമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അവിടെ ആത്മാക്കൾ തമ്മിലാണ് യോജിക്കുന്നത്. ഭാര്യയും ഭർത്താവും ആയിത്തീരുന്ന സന്ദർഭത്തിൽ ഒരു യവനക്കാരനും ഒരു യവനക്കാരിയും വിവാഹം കഴിക്കുമ്പോൾ അവർ കരം കൊടുത്ത് ഉടമ്പടി ചൊല്ലി അവർ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ അവരുടെ സ്പിരിറ്റ്സ് തമ്മിലുള്ള ഒരു ചേർച്ച അവിടെ വെളിപ്പെടുകയാണ്. അതിനാൽ കുടുംബം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ യൂണിറ്റാണ്, ഒരു ആത്മീക ഘടകമാണ്. പത്രോസിന്റെ ലേഖനത്തിലും മറ്റും നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതൊരു ആത്മീക ഘടകമാകുന്നതിനാൽ ബാഹ്യമാകുന്ന ഒരു കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ഈ കുടുംബത്തെ പണിയുവാൻ കഴിയുകയില്ല. കാറ് കൊണ്ടോ വീട് കൊണ്ടോ ഡോളർ കൊണ്ടോ ഒന്നും നമുക്ക് കുടുംബത്തെ പണിയുവാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് പണമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു 4000 സ്ക്വയർ ഫീറ്റുള്ള വീട് പണിയുവാൻ കഴിയും. പക്ഷേ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് പണിയുവാൻ കഴിയുമോ? പണം കൊണ്ടോ കാറ് കൊണ്ടോ വീട് കൊണ്ടോ ഒന്നും, വസ്തുക്കൾ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് പണിയുവാൻ കഴിയുകയില്ല. വളരെ വ്യക്തമായിട്ട് അവിടെ പത്രോസിന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമെയുള്ളതൊന്നുമല്ല കുടുംബമെന്ന് പറയുന്നത്. ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് പുറമെയുള്ളതല്ല. അതൊരു സ്പിരിച്വൽ യൂണിറ്റാണ്, അകമയുള്ളതാണ്. അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. വസ്തുവകകൾ കൂടിയതുകൊണ്ട് സമാധാനം ഉണ്ടാകത്തില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏറ്റവും വില കൂടിയ കാറുള്ളത് കൊണ്ട് സമാധാനം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. നിങ്ങൾക്ക് ഏറ്റവും വലിയ വീടുള്ളത് കൊണ്ടും നല്ല ജോലിയുള്ളത് കൊണ്ടും നിങ്ങൾക്ക് സമാധാനം ലഭിക്കുകയില്ല. നിങ്ങൾക്കെന്നു മനസ്സിലാകുന്നുവോ കുടുംബം എന്ന് പറയുന്നത് ഒരു ആത്മീക ഘടകമാണ്, അന്നു മുതലാണ് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നത്. ഞാനിവിടെ ചോദിക്കട്ടെ, ഈ പ്രഭാഷണം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തെയും ഒരു വിശകലനത്തിന് തയ്യാറാക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് ദിനംതോറുമുള്ള ഒരു കുടുംബ പ്രാർത്ഥനയുണ്ടോ? നിങ്ങൾക്ക് ദിനംതോറുമുള്ള ഒരു ബൈബിൾ പഠനമുണ്ടോ? ദിനംതോറും നിങ്ങൾക്ക് ദൈവവചനം കേൾക്കുന്ന ഒരു സ്വഭാവമുണ്ടോ? അതോ നിങ്ങൾക്ക് ആത്മീക കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ പരിമിതവും രണ്ടാം തരവുമായി നിങ്ങൾ കരുതുകയാണ് എങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ഐശ്വര്യസമൃദ്ധിയിലേക്കുള്ള ആ പുരോഗതിയുടെ പൂർണ്ണത പ്രാപിക്കുവാൻ കഴിയാതെ വരും. അങ്ങനെ നിങ്ങൾ ആത്മീക വരൾച്ച നേരിടുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ട ഗുണമേന്മ കുടുംബത്തിൻ്റെ ഉള്ളിൽ അനുഭവിക്കാതെ വരുമെന്ന് ഞാൻ വിനയപരിശ്രമം ഓർപ്പിക്കുകയാണ്.
നിങ്ങൾക്ക് ഭൂമിയെ നിറയ്ക്കുവാൻ കഴിയും. നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന നന്മകൾ കൊണ്ട് ഭൂമിയെ നിറയ്ക്കുവാൻ കഴിയും. നിങ്ങളുടെ സാക്ഷ്യം കൊണ്ട് ഭൂമിയെ നിറയ്ക്കുവാൻ കഴിയും. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. ഈ ആത്മീക ഘടകത്തെ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ആത്മീക ഘടകത്തെ ദൈവം ഉപയോഗിക്കുമ്പോൾ നമുക്ക് 128-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ അപ്പനും അമ്മയും മക്കളും എല്ലാം ചേർന്നുള്ള ആ മനോഹരമാകുന്ന കുടുംബജീവിതത്തിൻ്റെ സാധ്യതയെ അവിടെ വിശദീകരിച്ചിരിക്കുകയാണ്. 128-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ അധ്വാനിച്ചു കഴിഞ്ഞാൽ അടുത്ത ആശുപത്രികളിൽ നിന്റെ പണം പോവുകയില്ല, അടുത്ത ബാങ്കുകളിൽ നിന്റെ പണം പോയി നഷ്ടപ്പെടുകയില്ല. നീ അധ്വാനിക്കുന്നത് നീ തിന്നുവാനിട വരും, നീ ഭക്ഷിക്കുവാനിട വരും. ഈ വിയോജിപ്പുകൾ വരുമ്പോൾ ആ വിയോജിപ്പുകളിൽ വെളിപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആരോപണങ്ങൾ എന്ന് പറയുന്നത്. അന്യോന്യം ആളുകൾ ആരോപണങ്ങൾക്ക് വിധേയമാക്കും, ബ്ലെയിം ചെയ്യുവാനിട വരും. വന്ന പരാജയത്തിന് മറ്റൊരാൾ കുറ്റക്കാരനാകുന്നു എന്ന് ആരോപണം ഉന്നയിക്കുവാനിട വരും. ഭാര്യ ഭർത്താവിനെതിരെ ആരോപണം ഉന്നയിക്കുവാനിട വരും. ഭർത്താവ് ഭാര്യയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുവാനിട വരും. പകരം യോജിച്ച് നിൽക്കുകയാണ് എങ്കിൽ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അവർ തിന്നുവാനിട വരും. ഒരു വലിയ വീട് പണിത വ്യക്തി, ആ വീട് പണിതിന് ശേഷം വന്ന കടബാധ്യതകൾ, ആ കടബാധ്യതകളെ ചൊല്ലി ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭാര്യയും ഭർത്താവും അഭിപ്രായ വ്യത്യാസമായി ഭാര്യ അപ്പോൾ എപ്പോഴും ആരുടെയും മുൻപിൽ വെച്ച് ഭർത്താവിനെ കുറ്റപ്പെടുത്തും, ആരോപണം ഉന്നയിക്കും. ഇദ്ദേഹം ഇങ്ങനെ ഒരു വീട് പണിയാൻ പോയത് കൊണ്ടാണ് ഈ കഷ്ടമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത്. അങ്ങനെ ആയിരിക്കരുത് അവൾ പ്രതികരിക്കേണ്ടത്. ആ സന്ദർഭത്തിലാണ് അവൾ യോജിച്ച് നിൽക്കേണ്ടത്. സംഭവിക്കേണ്ടത് സംഭവിച്ചു പോയി, ആ വീട് പണിതു, അതിൻ്റെ പേരിൽ കടബാധ്യത വന്നിരിക്കുന്നു. എന്നാൽ അതെങ്ങനെ പരിഹരിക്കുവാൻ കഴിയും? യോജിച്ച് നിൽക്കുകയാണ് എങ്കിൽ ഐശ്വര്യ സമൃദ്ധമാകുന്ന ഒരു കുടുംബജീവിതത്തിൻ്റെ സമൃദ്ധിയെ അവർക്ക് അനുഭവിക്കുവാൻ കഴിയും. അവർ ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഒന്നിച്ചു നിന്ന് അധ്വാനിക്കുകയാണ് എങ്കിൽ ആ കടബാധ്യതകളിൽ നിന്ന് അവർക്ക് പുറത്തു വരുവാൻ കഴിയും. വിനയപുരസ്സരം ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ ഈ യോജിപ്പിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നന്മകൾ വെറുതെ അതിലെയും ഇതിലെയും ഒഴുകിപ്പോകുവാൻ ഇടവരത്തില്ല. നിങ്ങൾ അധ്വാനിക്കുന്നത് നിങ്ങൾ തന്നെ തിന്നുവാനിട വരും. അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽസിലോ അങ്ങനെ ആവശ്യമില്ലാത്ത ഇടത്ത് നിങ്ങളുടെ നന്മകൾ പോകുവാനിട വരികയില്ല. നീ തന്നെ നിന്റെ അധ്വാന ഫലം തിന്നുവാനിട വരും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. നോക്കുക, മുന്തിരി എന്ന് പറയുന്നത് മധുരത്തെ കാണിക്കുകയാണ്. നിന്റെ ഭാര്യ ഈ ഐശ്വര്യ സമൃദ്ധമാകുന്ന കുടുംബജീവിതം ഒരു കുടുംബത്തിൽ വെളിപ്പെടുകയാണെങ്കിൽ അവിടെ ഭാര്യ ഫലപ്രദമാകുന്നൊരു മുന്തിരിവള്ളി പോലെ മധുരം പുറപ്പെടുവിക്കുന്നവളായിട്ട് വീടിനകത്ത് അനുഗ്രഹിക്കപ്പെടും. ആ കാലഘട്ടത്തിലെ സംവിധാനം, സാമൂഹിക സംവിധാനത്തിൽ സ്ത്രീ എന്ന് പറയുന്നത് ഭവനവുമായുള്ള ബന്ധത്തിൽ ഭവനത്തിൻ്റെ ഉള്ളിലാണായിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളെല്ലാം വല്ലാതെ മാറിപ്പോയിരിക്കുകയാണ്. ആധുനിക സംവിധാനങ്ങളിൽ സ്ത്രീകൾ ഭവനത്തിൻ്റെ ഉള്ളിൽ മാത്രമല്ല, പുറത്തിപ്പോൾ ജോലി സ്ഥലങ്ങളിലും അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ സ്ത്രീകളായി കഴിഞ്ഞിരിക്കുകയാണ്. അതെല്ലാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഇംഗ്ലണ്ടിൽ 1800കളിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായ സമയങ്ങളിൽ ജോലി ചെയ്യുവാൻ ആളില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകളെയും ജോലിക്ക് വേണ്ടി ആ ഫാക്ടറികളിൽ ആവശ്യമായി വന്നു, കുഞ്ഞുങ്ങളെയും ജോലിക്ക് വേണ്ടി ഫാക്ടറിയിൽ ആവശ്യമായി വന്നു. അങ്ങനെയാണ് കുടുംബ സംവിധാനം ആകെ കുഴഞ്ഞു മറിയുവാനിടയായത്. ഇന്നത്തെ സംവിധാനത്തിൽ നമുക്കിതൊന്നും പ്രസംഗിക്കുവാൻ പോലും കഴിയാത്ത നിലയിൽ കുടുംബ സംവിധാനങ്ങളും സ്ത്രീ പുരുഷ സംവിധാനങ്ങളും എല്ലാം കുഴഞ്ഞു മറിഞ്ഞു പോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, വീട്ടിനകത്ത് ഫലപ്രദമാകുന്ന മുന്തിരിവള്ളി പോലെയും, അഥവാ പുരുഷൻ അധ്വാനിക്കുകയും ഭാര്യ ഭവനം പണിയുകയും ചെയ്യുക എന്നുള്ള ഒരു സംവിധാനമാണ് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആധുനിക സംവിധാനത്തിൽ അതെല്ലാം മാറിപ്പോയി കഴിഞ്ഞിരിക്കുകയാണ്. മാറിപ്പോയത് കൊണ്ടാണല്ലോ ഈ ഭവനത്തിൻ്റെ ഉള്ളിൽ ഇത്രയധികം സംഘർഷങ്ങൾ, നമ്മൾ പണ്ടെങ്കും കണ്ടിട്ടില്ലാത്ത അളവിൽ സംഘർഷങ്ങൾ നമുക്കിന്ന് കുടുംബങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. സാധ്യതയുള്ളവർക്ക് ഈ ബൈബിളിൻ്റെ സംവിധാനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയും. പുരുഷൻ്റെ ശമ്പളം കൊണ്ട് മാത്രമായിട്ട് ആ കുടുംബം സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുമെങ്കിൽ അതിന് തയ്യാറാകണം. എനിക്കറിയാവുന്നൊരു ഭവനം, ആ ഭവനത്തിൽ ആ ഹസ്ബൻഡിന് നല്ല ശമ്പളമുണ്ട്. ആ ശമ്പളമുള്ളതിനാൽ അവർ ഒരുമിച്ച് യോജിച്ചിട്ട് തീരുമാനമെടുത്തു, ഭാര്യ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. അങ്ങനെ അവർ തയ്യാറായി കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുവാനിടയായി, സ്നേഹം ലഭിക്കുവാനിടയായി, കുഞ്ഞുങ്ങൾക്ക് സഹായം ലഭിക്കുവാനിടയായി. എന്നാൽ ഇന്ന് പല
ഭവനങ്ങളിലും ആ സംരക്ഷണമോ സ്നേഹമോ സഹായമോ ലഭിക്കുന്നില്ല. കാരണം കുഞ്ഞുങ്ങളെ വളർത്തുവാൻ തക്കവണ്ണം അമ്മ വീട്ടിലില്ല, അമ്മ ജോലി സ്ഥലത്തല്ലേ. അമ്മ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നു, അപ്പൻ ഡേ ഡ്യൂട്ടിക്ക് പോകുന്നു. ഭാഗികമായിട്ട് മാത്രമേ അപ്പൻ്റെയും അമ്മയുടെയും സാന്നിധ്യം പോലും ഒരുമിച്ച് കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുള്ളൂ. ഇത് ഒരു കുറ്റാരോപണമല്ല. നിങ്ങളിപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിനെ ചൊല്ലി നിങ്ങൾക്കൊരു സെൽഫ് കണ്ടംനേഷനും ഉണ്ടാകേണ്ട കാര്യമില്ല. ഞാൻ ചില സത്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സാധ്യതയുള്ളവർക്ക് ഈ നിലയിൽ കുടുംബം ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിളിൻ്റെ സംവിധാനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ കഴിയുന്നവർക്ക് അത് സഹായകരമായി തീരട്ടെ. ഈ നിലയിൽ ജോലി സ്ഥലങ്ങളിലേക്ക് ഭാര്യമാർ പോകുന്നതിനാൽ മിക്ക കുഞ്ഞുങ്ങളും അവരുടെ ബാല്യത്തിൽ തന്നെ ഡേ കെയർ സെൻ്ററുകളിൽ വളരേണ്ടതായിട്ട് വരുന്നു. ഡേ കെയർ സെൻ്ററുകളിലല്ല യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങൾ വളരേണ്ടത്. പ്രിയമുള്ളവരെ, അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും അവർക്ക് കൊടുക്കേണ്ട പരിപാലനവും അവർക്ക് കൊടുക്കേണ്ട സഹായവും അവരെ ഉത്സാഹിപ്പിക്കേണ്ട ഇടത്ത് ഉത്സാഹിപ്പിക്കുവാനും ഒക്കെ അമ്മയുടെ സാന്നിധ്യം അവർക്ക് കൂടുതൽ ലഭിക്കുവാനിടവരട്ടെ. അമ്മ ഭവനത്തിൻ്റെ ഉള്ളിലാണ് ഫലപ്രദമാകുന്ന ഒരു മുന്തിരിവള്ളി പോലെയും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഒലിവ് തൈകളെ ശ്രദ്ധിക്കുക. ഒലിവ് ശക്തിയെ കാണിക്കുന്നു, മുന്തിരി മധുരത്തെ കാണിക്കുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? സ്വീറ്റ്നെസ് ഉണ്ട്, അതോടൊന്നിച്ചതിന് ശക്തിയുണ്ട്. ഈ ശക്തി മാനുഷികമാകുന്ന ശക്തിയല്ല, ഇത് അമാനുഷികമാകുന്ന ശക്തിയാണ്. സൂപ്പർ നാച്ചുറൽ ആകുന്ന സ്ട്രെങ്താണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. നിങ്ങളുടെ തലമുറകൾ അതിനാൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈ ബാല്യ സമയം മുതൽ തന്നെ കുഞ്ഞുങ്ങളെ ആത്മീക കാര്യങ്ങളിൽ ഉത്സാഹിപ്പിക്കണം. അവരുടെ കെമിസ്ട്രിയുടെ മാർക്ക് കുറയുന്നു, ഫിസിക്സിൻ്റെ മാർക്ക് കുറയുന്നു. ഇതിനെ ചൊല്ലിയല്ല അമ്മയപ്പന്മാർ ആകുലപ്പെടേണ്ടത്. അവരെ ഏറ്റവും ഉത്സാഹിപ്പിക്കേണ്ടത് ആത്മീക കാര്യങ്ങളിലാണ്. കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ അവരെ ഉത്സാഹിപ്പിക്കുക. അവർ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ അവരെ ഉത്സാഹിപ്പിക്കുക. ആ നിലയിലുള്ളൊരു സാഹചര്യം ഭവനത്തിൻ്റെ ഉള്ളിൽ ഒരുക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആത്മീക കാര്യങ്ങളിലേക്കും പരിശുദ്ധാത്മ നിറവിലേക്കും അവരെ തിരിച്ചുവിടുകയാണെങ്കിൽ ഒലിവ് തൈകൾ പോലെ അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കും. ഭവനത്തിൻ്റെ ഉള്ളിൽ മധുരവും ശക്തിയും ഒരുപോലെ വെളിപ്പെട്ടു വരുവാനിടവരും. യഹോവ ഭക്തനാകുന്ന പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. നോക്കുക, ഇവിടെ ഭർത്താവിനെ ചൊല്ലി ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഭക്തിയുള്ള പുരുഷനായിരിക്കണം. യഹോവ ഭക്തനാകുന്ന പുരുഷൻ, യഹോവ ഭക്തി നിങ്ങളിൽ വെളിപ്പെട്ടു വരേണ്ടത് ആവശ്യമാണ്. ഭക്തിയുള്ളവരായി ആ ഭക്തിയിൽ നിങ്ങൾ മുന്തി നിൽക്കുകയാണെങ്കിൽ ഭക്തിയുള്ളവർ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നീ ആയിരിക്കുന്ന ഇടത്ത് നിന്റെ ആയുഷ്കാലമൊക്കെയും നീ നന്മ അനുഭവിക്കുവാൻ ഇടവരും. കർത്താവ് ആ നിലയിലാണ് കുടുംബത്തെ അനുഗ്രഹിക്കുവാനിരിക്കുന്നത്. ഒരു സ്പിരിച്വൽ ആത്മീക ഘടകമാകുന്നതിനാൽ നന്മകളുടെ ഒരു ഒഴുക്ക് തന്നെ ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവം അയക്കുവാനിടവരുന്നു. പലരും ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാമ്പത്തികമാകുന്ന ക്ലേശം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, സാമ്പത്തികമാകുന്ന ക്ലേശം പരിഹരിക്കുവാൻ വേണ്ടി ഒരു പുതിയ ജോലി നിങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് കാര്യമില്ല. പകരം പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമാകുന്ന സാന്നിധ്യവും ആത്മാവിൻ്റെ നിയന്ത്രണവും നിങ്ങളുടെ ഭവനത്തിൽ വരികയാണെങ്കിൽ എല്ലാ മേഖലയിലും സമൃദ്ധി നൽകി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ആത്മീക മേഖലയിലും സമൃദ്ധി നൽകി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ചിലരൊക്കെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കിട്ടുന്ന ശമ്പളം പോരാ, ഇപ്പോൾ 2000 KD മാത്രമേ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ 6000 ദറംസ് മാത്രമേ കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് ശമ്പളം പോരാ, 10000 ദറംസ് കിട്ടുന്നൊരു ജോലിയിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ചിലപ്പോൾ ആ വിപത്തിൽ ചെന്ന് അവസാനിക്കുകയാണ്. ഈ ജോലി മാറുവാൻ വേണ്ടി, വിസ മാറുവാൻ വേണ്ടി അതിൻ്റെ നിയോഗിക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരുടെ അരികിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ അവർക്ക് രഹസ്യം മനസ്സിലാകുമ്പോൾ എക്സിറ്റ് അടിച്ച് ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുന്നു. ഉള്ള ജോലി കൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ആർത്തികൾ നിങ്ങൾക്കുള്ള നന്മകളെ കൂടെ കെടുത്തിക്കളയുവാൻ ഒരിക്കലും ഇടവരുത്തരുത്. പകരമായിട്ട് എപ്പോഴും ദൈവപരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ തന്നെ മുന്നോട്ട് പോകുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. ഭവനത്തിലെ സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ പരിഹരിക്കുവാൻ കഴിയും? ആത്മീകമായി നിങ്ങളുടെ ഭവനത്തെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുക. നിങ്ങളൊരു ഭക്തിയുള്ള പുരുഷനായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾ ഭക്തിയുള്ളവനായി പോകുകയാണെങ്കിൽ നിന്റെ ഭാര്യ
നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ സാമ്പത്തികം, നിന്റെ ഭവനത്തിലെ എല്ലാ ഭൗതിക ആവശ്യങ്ങളും അതിനുമേൽ ദൈവികമാകുന്ന അനുഗ്രഹം സമൃദ്ധമായി വെളിപ്പെടുവാൻ ഇടവരും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. അങ്ങനെയുള്ളവരെ കുറിച്ചാണ്, ഭക്തിയിൽ ജീവിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിന്റെ മക്കളുടെ മക്കളെയും കാണും, മക്കളുടെ മക്കളെയും കാണുമെന്ന് പറയുമ്പോൾ, ഞാൻ ഈ വചന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഒരുപക്ഷെങ്കിൽ ഇതിൻ്റെ നടുവിൽ ചിലർ മക്കളില്ലാത്തവർ കണ്ടെന്നിരിക്കാം. വിവാഹം കഴിഞ്ഞു 5 വർഷമായി മക്കളില്ല. ക്ലേശിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബം സ്ഥാപിതമായിരിക്കുന്നത് തന്നെ മക്കൾ ഉണ്ടാകുവാൻ വേണ്ടിയാണ്. അതാണ് ദൈവത്തിൻ്റെ പ്രഥമമാകുന്ന ഉദ്ദേശം എന്ന് പറയുന്നത്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറഞ്ഞ് പെരുകി, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ വാഴുവീനെന്ന് പറഞ്ഞിരിക്കുന്ന ആ ആലോചന നിങ്ങൾക്കുള്ളതല്ലേ? നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നൊരു വ്യക്തിയാകുന്നുവെങ്കിൽ നിങ്ങൾ തലമുറകളാൽ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാണ്. നിങ്ങളുടെ ശരീരഭാഗത്തിലെ കേടുകൾ പരിഹരിക്കപ്പെട്ട് സന്താന പുഷ്ടികളുള്ളവരായി നിങ്ങൾ തീരുവാൻ പോകുന്നു. മാത്രവുമല്ല, യഹോഭക്തിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ മക്കളെ മാത്രമല്ല കാണുവാൻ പോകുന്നത്, മക്കളുടെ മക്കളെയും നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഇസ്രയേലിൽ സമാധാനമുണ്ടാകട്ടെ. ദിവ്യമാകുന്ന സമാധാനം കൊണ്ട് നിങ്ങൾ പാർക്കുന്ന ഇടം നിറയുവാൻ പോകുകയാണ്. അതാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കുടുംബം ആ നിലവാരത്തിൽ എത്തിച്ചേരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ 3 നിർവചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രഥമമായി ഞാൻ പറഞ്ഞത്, കുടുംബം എന്ന് പറയുന്നത് സ്വർഗസമാനമാകുന്നു. 2, കുടുംബം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരം പോലെയാണ്. നൈസർഗികമായിട്ട് പ്രവർത്തിക്കേണ്ടതാണ് കുടുംബം എന്ന് പറയുന്നത്. ശരീരം പോലെ അനുഗ്രഹിക്കപ്പെടേണ്ടതാണ് കുടുംബം എന്ന് പറയുന്നത്. 3-ാമതായിട്ട് ഞാൻ പറഞ്ഞ നിർവചനമാണ്, കുടുംബം എന്ന് പറയുന്ന ഒരു ആത്മീക ഘടകമാണ്, ഒരു സ്പിരിച്വൽ യൂണിറ്റാണ്. ഇവിടെ വസ്തുക്കളല്ല കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ പോകുന്നത്, പരിശുദ്ധാത്മാവാണ് കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിന് നിങ്ങൾ പ്രഥമ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ, ദൈവത്തിന്, യേശുവിന് നിങ്ങൾ പ്രഥമ സ്ഥാനം കൊടുക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ കുടുംബം ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. വരുന്ന എപ്പിസോഡിൽ ഞാൻ കുടുംബത്തിലുള്ള സംഘർഷങ്ങളെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നതാണ്. അതിനാൽ അടുത്ത എപ്പിസോഡും കാണുവാൻ നിങ്ങൾ തയ്യാറാകുക. ഇപ്പോൾ എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതം നിങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. ആരെങ്കിലും ശാരീരികമാകുന്ന രോഗം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ നിന്നും നിങ്ങളെ കർത്താവ് വിടുവിക്കുവാൻ പോകുകയാണ്. അതോടൊന്നിച്ച് തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുവാൻ പോകുന്നു. കർത്താവ് അത്ഭുതകരമായി നിങ്ങൾക്ക് തലമുറകളെ നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രിയ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തലമുറകളാൽ അവർ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരട്ടെ. അവരുടെ കുടുംബങ്ങൾ നേരിടുന്ന എല്ലാ സംഘർഷങ്ങളിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരണം കർത്താവേ. സ്വർഗസമാനമാകുന്ന അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരണം കർത്താവേ. ഒരു ദേഹമായി അവർ തീരുവാൻ ഇടവരട്ടെ. അവരൊരാത്മീക ഘടകമായിട്ട് പരിശുദ്ധാത്മാവിന് 1-ാം സ്ഥാനം കൊടുത്ത്, യേശുവിന് 1-ാം സ്ഥാനം കൊടുത്ത് അവരവരുടെ കുടുംബത്തെ പടുതുയർത്തുവാൻ ഇടവരട്ടെ. കർത്താവ് തന്നെ അവരുടെ കുടുംബങ്ങളെ പണിയണമേ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അത് ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ നിമിഷത്തിൽ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ എനിക്കിപ്പോൾ കണ്ണുകളുമായി ബന്ധപ്പെട്ട് രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ബോധ്യമുണ്ടാകുന്നു. നിങ്ങളുടെ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്നുവെങ്കിൽ, കണ്ണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുക. ആ കണ്ണുകളെ കർത്താവ് തൊടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ മേൽ അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ രോഗാത്മാക്കൾ പുറത്തു പോകട്ടെ. ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. അങ്ങ് അത്ഭുതം ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം. സകലത്തിലും അങ്ങയുടെ നാമം മഹത്വം എടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ സ്പർശിച്ചിരിക്കുകയാണ്. വിശ്വസിക്കുന്നുവോ? അതെ, ഞാൻ നിങ്ങളോട് ചേർന്ന് വിശ്വസിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മുൻപിൽ അത്ഭുതകരമാകുന്ന മാറ്റങ്ങൾ കാണുവാൻ പോകുന്നു. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.